അങ്ങനെ സുരേഷ് ഗോപിയും കൈ നനയാതെ മീൻ പിടിച്ചു. രാജ്യസഭയിൽ സീറ്റ് ഒപ്പിച്ചു. തിരുവനന്തപുരത്ത് മത്സരിച്ചോ എന്ന് പലതവണ പറഞ്ഞിട്ടും അണ്ണൻ പിന്മാറിയതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴെങ്കിലും പിടികിട്ടിയല്ലോ. ഇവിടെ തോറ്റാൽ കാറ്റുപോയ ബലൂൺ പോലെയാകുമെന്ന് ഗോപിച്ചേട്ടൻ നന്നായി അറിയാം. അതുകൊണ്ട് മോദി അമിത്ഷാ ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് കാര്യം നേടിയെടുത്തു. പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് രാജ്യസഭയിലേക്ക് പോയി മന്ത്രിയായ രാജഗോപാൽജി സംസ്ഥാനത്തേക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും മറക്കണ്ട. ഒരു മന്ത്രിസ്ഥാനം കരസ്ഥമാക്കണം. എന്തായാലും കലാകാരൻ എന്ന പദവിയിൽ കിട്ടിയ ഈ അംഗീകാരത്തിൽ സുരേഷ് ഗോപിയും സന്തോഷവാനാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയായി അദ്ദേഹം മോദിക്ക് മുന്നിൽ ഗാനാർച്ചന നടത്തുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അത് നിർദ്ദേശിച്ചു, അത് രാഷ്ട്രപതി അത് അംഗീകരിക്കുന്നു. ഞാൻ അതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊള്ളുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് ഒരു അർച്ചന എന്നോണം എത്ര നന്നായി പാടാൻ പറ്റും എന്നെനിക്കറിയില്ല, എങ്കിലും ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ സമക്ഷം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ്. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ, ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ, പൊതുമണ്ണിന് പൂവിടാ കൊതിയായി നീ വരൂ, ആകാശമാകെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് സുരേഷ് ഗോപി ഇതിനൊരു കാരണം മാത്രമാകുമെന്നാണ്. ഇത് കേരളത്തിനുള്ള സമ്മാനം എന്നാണ്. വയലിന് പുതുമഴയായി വാ കതിരാടകളായി, വയണകൾ കദളികൾ ചാർത്തും കുളിരായി വാ, ഇളവേൽക്കുവാൻ ഒരു പൂങ്കുടിൽ നറുമുന്തിരി തളിർപ്പന്തലും ഒരു വെൺപട്ടു നൂലിഴയിൽ മുത്തായി വരൂ. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തട്ട് എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ. അംഗീകാരമായിട്ട് കാണുന്നു. കലാകാരനുള്ള അംഗീകാരം, കലാകാരന്മാരുടെ കുടുംബത്തിനുള്ള അംഗീകാരം, മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം, സിനിമ പ്രേമികൾക്ക് മൊത്തത്തിൽ എൻ്റെ മലയാളികൾക്കുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പൊതുമണ്ണിന് പൂവിടാ കൊതിയായി നീ വരൂ, ആകാശമാകെ. സംഗതി ഭേഷായി. വന്ന വഴി നമ്മൾ മറക്കരുത്. ഒരു കാലത്ത് 1 രൂപ എടുക്കാനില്ലാതെ പൊട്ടിക്കരഞ്ഞ ഗോപി അണ്ണൻ ഇന്ന് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നു. മുന്നും പിന്നും നോക്കാതെ കലാലോകത്ത് പിടിച്ചു നിന്നതിൻ്റെ അംഗീകാരം. ഇത് കണ്ട് തുടർച്ചയായി ബ്ലോഗ് എഴുതിയത് കൊണ്ട് രാജ്യസഭയിലേക്ക് എത്തണമെന്നൊന്നുമില്ല. നാട് നീളെ മോദിയെ വാഴ്ത്തി പ്രസംഗം ചെയ്യുക കൂടി വേണം. അപ്പോൾ ഇന്നത്തെ കുഴിമാന്തൽ അവസാനിപ്പിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ആരെങ്കിലും എന്തിനെങ്കിലും തീ കൊടുത്താൽ ഏറ്റെടുത്താൽ പിന്നെ ജീവിച്ചു പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നന്ദിയോടെ നിർത്തുന്നു. ഒപ്പം ഒരു നമസ്കാരവും.